മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുവാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നു. കരിമ്പ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ജനജാഗ്രതാ സമിതിയുടെ പ്രാരംഭ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കരിമ്പ മലയോര കർഷകർക്ക് കാട്ടാനായി ഉൾപ്പെടെയുള്ള വന്യജീവികളിൽ നിന്നുള്ള ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന 45 ദിന തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി വനാതിർത്തികളിലുള്ള പഞ്ചായത്തുകളിൽ പ്രത്യേക ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വന്യജീവി ശല്യം സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കും. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയുന്നതിനായി വനം വകുപ്പ് സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ പഞ്ചായത്ത് തലത്തിൽ പ്രൈമറി റെസ്ക്യൂ ടീം രൂപീകരിച്ച് ഇതിനുള്ള പ്രത്യേക പരിശീലനം നൽകും. പഞ്ചായത്തുകളുടെ സഹായത്തോടെ വനാതിർത്തികളിൽ വൈദ്യുത വേലികളും പ്രകൃതിദത്തമായ പ്രതിരോധ മാർഗങ്ങളും നടപ്പാക്കും. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വിവിധങ്ങളായ കർമ്മ പദ്ധതികളാകും ജനജാഗ്രതാ സമിതികളിലൂടെ നടപ്പാക്കുക. കരിമ്പ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ജനജാഗ്രതാ സമിതിയുടെ പ്രാരംഭ യോഗം ശിരുവാണി ശിങ്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ജനപ്രതിനിധികളും വനം വകുപ്പ് കർഷക പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇംബ്രാസ് ഏലിയാസ് നവാസ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K മനോജ്, കല്ലടിക്കോട് സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ M കിത്തലൻ, പാലക്കയം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അബ്ബാസ് അലി എന്നിവർ സംസാരിച്ചു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.